ഹലോ, എല്ലാവർക്കും തട്ടിക്കൊട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ കുട്ടീസ്. ഇതാണ് എൻ്റെ മനസ്സിലുള്ള ടോപ്പിക്ക്. എത്രത്തോളം ശരിയാകുമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അങ്ങനെയെങ്കിലും എൻ്റെ കമൻറ്റ് സെക്ഷൻ ഒന്ന് ഓൺ ആവട്ടെ. ഇന്ന് രാവിലെ നല്ല മഞ്ഞും മഴക്കാറൊക്കെയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്നെന്നല്ല, ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് ചെറിയൊരു ചൂടിനൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പിന്നെ എത്ര മഴ പെയ്താലും ഒരു നേരത്തെ വെയിൽ മതി നല്ല ചൂടടിക്കാൻ. അതുകൊണ്ട് മഴയിലൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എൻ്റെ ചെടികളടുത്ത് എനിക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് അവരെല്ലാം ഹാപ്പി ആയിട്ട് നിൽക്കുന്നോ, എന്തെങ്കിലുമൊക്കെ പുതിയ പൂവോ കായോ ഒക്കെ വന്നോ എന്നൊക്കെ നോക്കിയിട്ടാണ് എൻ്റെ അന്നത്തെ ഡേ സ്റ്റാർട്ടാവുക. പിന്നെ ഞാനൊരു മുല്ലച്ചെടി പ്രാന്തിയാണ്. എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവർക്ക് അത് അറിയായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മുല്ലപ്പൂ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് ചെടികളും പച്ചക്കറികളൊന്നും ഇല്ല. എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഈ വെയിൽ കാരണം ഇവിടെ മരങ്ങളൊന്നും അധികം ഇല്ല. അപ്പം നല്ല വെയിലാണ് ഇവിടെ അടിക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസം ഏപ്രിലൊക്കെ ആകുമ്പോഴും നല്ല വെയിൽ കാരണം കുറേയൊക്കെ ഉണങ്ങിപ്പോവും. അകത്ത് നിധിക്കുട്ടിയുടെ ചെറിയ ബഹളം കേൾക്കുന്നുണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അമ്മ അടുത്തുണ്ടായിരുന്നു. അമ്മയായിട്ട് കളിക്കുമായിരുന്നു ആൾ. പുള്ളിക്കാരി രാവിലെ തന്നെ എണീക്കും കേട്ടോ. രാവിലെ എണീറ്റ് എല്ലാവരും എണീപ്പിക്കും. പിന്നെ മോനെ എണീപ്പിക്കാൻ അവൾ കിടന്ന് ബഹളം വയ്ക്കുന്നത്. അവൻ്റെ അടുത്ത് പോയി അവൻ്റെ മുടിയിലെല്ലാം പിടിച്ച് വലിച്ച് അവിടെ കിടന്ന് ബഹളം വെച്ച് എങ്ങനെയെങ്കിലും അവനെ എണീപ്പിച്ചിട്ടില്ലാതെ അവൾക്കൊരു സമാധാനം കിട്ടത്തില്ല. രാവിലെ പിന്നെ കുറേ നേരം ഞങ്ങളെല്ലാവരും, അമ്മയായാലും എൻ്റെ അനിയത്തിയായാലും എല്ലാവരും ഇവരോടൊപ്പം കുറച്ച് സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ അടുക്കള ജോലിയിലോട്ട് ചെല്ലുന്നത്. നിധി, ഗുഡ് മോർണിംഗ് മിക്ക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബിക്കോസ് രാവിലെ അന്തം വിട്ടിരിക്കുക കേട്ടോ. ഈ അമ്മ എന്താ രാവിലെ ക്യാമറയൊക്കെ കൊണ്ടുവരുന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് സമയം ഒരു 7:30 ആയിട്ടുണ്ട്. നമുക്ക് കുക്കിങ്ങിലേക്ക് വരാനുള്ള സമയം സത്യത്തിൽ ആയിട്ടുണ്ട്. ഇതിൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പുള്ളിക്കാർ രാവിലെ ബ്ലൂ പീ വാട്ടറൊക്കെയാണ് കുടിക്കുന്നത്, ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം. അങ്ങനെയൊന്നുമില്ല, അവൾ ഡയറ്റ് നോക്കുന്നുണ്ട്. വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും കുടിച്ചല്ലേ പറ്റത്തുള്ള രീതിയിൽ കുടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. സാമ്പാറിനെല്ലാം റെഡിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട്. മാവ് തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എല്ലായിടത്തും അങ്ങനെയാണല്ലേ, മാവ് തലേന്നല്ലേ അരച്ച് വയ്ക്കുന്നത്. ഇവിടെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പ്രത്യേകം ഒരു വിശപ്പ് വരും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അവനതുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. മോക്കും പിന്നെ ആവി വേവിച്ച ഫുഡായതുകൊണ്ട് കൊടുക്കാവുന്നത് ആവി വേവിച്ച ഫുഡാണല്ലോ. അതുകൊണ്ട് ഇഡ്ഡലിയും കുറച്ച് നെയ്യും അല്ലെങ്കിൽ അതിനകത്തുള്ള കുറച്ച് പൊട്ടറ്റോയോ ഒക്കെ ചേർത്ത് അവർക്ക് രാവിലെ കൊടുക്കും. അപ്പം ഇഡ്ഡലിക്കെല്ലാം ശരിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് മുകളിലോട്ട് മുല്ലേൻ്റെ അടുത്തോട്ടൊന്ന് പോകാൻ വേണ്ടി. ഇന്നലെ രാത്രി മഴ ആയതുകൊണ്ട് എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇത് ശരിയാക്കി വെച്ചിട്ട് മേലോട്ട് കയറി പോവാം. പിന്നെ പൂവൊന്നും കാണാൻ ചാൻസ് ഇല്ല, കാരണം എൻ്റെ അനിയത്തിക്ക് അവൾക്ക് തന്നെ രാവിലെ പോയി പൂ പിച്ചി വെക്കണം എന്നൊരു വാശിയുണ്ട്. അപ്പം ആൾ എണീറ്റ ഉടനെ അങ്ങോട്ടേക്കാണ് ഫസ്റ്റ് പോവുക. പൂവെല്ലാം പിച്ചി വെച്ചിട്ട് കെട്ടി നിധിക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അവളുടെ ആ മേഖലയിലേക്ക് ഞങ്ങളങ്ങനെ കൈ വയ്ക്കാറില്ല. പിന്നെ ഇതെങ്ങനെയുണ്ട്? ഞാൻ മറ്റേ ബർത്ത്ഡേയുടെ ബോർഡില്ലേ അടിയിലത്തെ, അത് വെച്ചിട്ട് ചെയ്തതാണ്. എങ്ങനെയുണ്ടെന്ന് പറയണേ. അയ്യോ, എനിക്കിന്ന് വീഡിയോ എടുക്കാൻ ഭാഗ്യമുണ്ട് കേട്ടോ. ആളിഞ്ഞ് എത്തിയില്ലാന്ന് തോന്നുന്നു ഈ പൂ പറിക്കാൻ വേണ്ടി. അതുകൊണ്ട് അത്യാവശ്യം പൂക്കളൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു 10-15 മൂട് മാത്രമേ അവിടെ വാങ്ങിച്ച് വെച്ചേക്കുന്നത്. അത് വേറെ ഒന്നിനല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ കുറച്ച് മുല്ലപ്പൂ ചെടിയോട് കുറച്ചൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം അത് പറയാമെന്ന് വെച്ചാൽ, ഞാൻ 10ൽ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂൾ ബസ്സിലാണ് പോവുക. അപ്പം പോകുന്ന വഴിക്കൊരു വീടുണ്ട്. കുഞ്ഞു വീടാണ്, പക്ഷേ വീടിൻ്റെ മുറ്റം നിറച്ചും കുറ്റിമുല്ല ചെടിയാണ്. ഡെയിലി പൂക്കും. ആ വീട്ടിലോട്ട് നോക്കിയാൽ മൊത്തം ഒരു വെള്ളമയമാണ്. എന്ന് വെച്ചാൽ ആ കുറ്റിമുല്ല ചെടി നിറച്ച് പൂത്താ കിടക്കുക. അപ്പോൾ അങ്ങനെ എന്നും ഡെയിലി നമ്മളിങ്ങനെ കാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, നമുക്കൊരു വീടൊക്കെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും ഇതുപോലെ മുറ്റത്ത് ഇങ്ങനെ ഇഷ്ടംപോലെ ചെടിയൊക്കെ മുല്ല വാങ്ങിച്ച് ഇങ്ങനെ വെക്കണം, എന്തൊരു ഭംഗിയാണ്. അതിങ്ങനെ ഒരു മനസ്സിൽ കിടന്നു. സ്വന്തമായിട്ടൊരു വീടായപ്പോൾ മുറ്റത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ. മുറ്റം ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് മുറ്റത്ത് വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഗ്രോ ബാഗിൽ ഇങ്ങനെ ആക്കി മുകളിൽ ടെറസിൻ്റെ മണ്ടയിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ മോർണിംഗ് വിസിറ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈവനിങ് വിസിറ്റേ ഉള്ളൂ കേട്ടോ. ഇനിയും ബാക്കിയുള്ള കുക്കിംഗ് പരിപാടികളാണ്. താഴെ വന്നപ്പോഴത്തേക്കും ഒരുവിധം ഇഡ്ഡലിയും സാമ്പാറൊക്കെ അമ്മ റെഡി ആക്കിയിട്ടുണ്ട്. അമ്മ നല്ല കുക്കാണ് കേട്ടോ. അമ്മയാണ് ഓൾമോസ്റ്റ് എല്ലാം കുക്ക് ചെയ്യുന്നത്. ഞാനും അനിയത്തിയൊക്കെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കും, അത്ര തന്നെ.
അപ്പം മോളൂട്ടിക്ക് രാവിലെ ഒരു ഇഡ്ഡലിയല്ല കുറച്ച് ഇഡ്ഡലിയും നെയ്യും ഒക്കെ കൂട്ടി കൊടുക്കാമെന്ന് വെച്ചാൽ ആൾ ഭയങ്കര പാടാണ്, ഭയങ്കരമായിട്ട് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. ഇഷ്ടമല്ലെങ്കിൽ തുപ്പി ദൂരെ കളയും. മോൻ കേട്ടോ നല്ല പ്ലസൻ്റ് ആയിട്ട് രാവിലെ വന്നിരുന്നുണ്ട്. കാരണം അവൻ ഇഡ്ഡലി സാമ്പാറും കണ്ടപ്പോഴേ ആൾ ഹാപ്പിയായി. ഒരെണ്ണോടെ കഴിയട്ടെ മക്കളെ, ഒരെണ്ണോടെ കിട്ടേ. അപ്പോൾ രണ്ടുപേർക്കും ഇഡ്ഡലിയൊക്കെ കൊടുത്തു. മോൻ സൈക്കിൾ ഓട്ടാൻ പോയി. അവൻ്റെ മെയിൻ ഹോബി സൈക്കിൾ ഓട്ടൊക്കെയാണ്. മോളെ തറയിൽ കിടത്തിയിട്ടുണ്ട്. ആൾ തറയിൽ കിടക്കുന്ന കൂട്ടത്തിലല്ല, ഇവിടെ ആൾക്കാരൊക്കെ തോനെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും എടുത്തുകൊണ്ട് നടന്ന് അതൊരു ശീലമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഇതൊക്കെ കിട്ടി അവളെ ഒന്ന് ഒരുക്കുകയാണ് ഞങ്ങളെ മെയിൻ ഹോബി. അപ്പോൾ രാവിലെ കുളിച്ച് റെഡിയൊക്കെ ആക്കി. മുടിയൊന്നും ഇല്ല കേട്ടോ, കെട്ടാനുള്ള മുടിയൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് തലയിൽ വെച്ച് കൊടുക്കും. മോളെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വെളിയിൽ ഒരാളുടെ ബഹളം കേൾക്കുന്നത്. മോൻകിட்ட സൈക്കിൾ ചവിട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും അത് ചെന്നിരുന്ന് കാണണം. ആൾ ചെറിയൊരു സ്റ്റണ്ടർ ആവാൻ ഇപ്പോഴേ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൻ്റെ സൈക്കിൾ ചവിട്ടൊക്കെ അവിടെ നടക്കട്ടെ. നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാം. മീനു കടയിൽ പോയി ചിക്കനൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സവാളയും എല്ലാം റെഡിയാക്കി അമ്മയുടെ കയ്യിൽ കൊടുക്കണം. നിധി നല്ല ഉറക്കമാണ്. നിധി എണീക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതെല്ലാം റെഡിയാക്കി അമ്മയുടെ കൊടുക്കണം. അമ്മയാണ് കേട്ടോ ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്താണ് ഇത്ര ടേസ്റ്റിൻ്റെ കാരണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളെല്ലാം അമ്മയുടെ ആ റെസിപ്പി അല്ലെങ്കിൽ അമ്മയുടെ ആ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് ഞങ്ങളൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഫ്ലോപ്പായി പോകാനാണ് പതിവ്. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നല്ല, ആ ടേസ്റ്റ് കിട്ടാറില്ല. അതെന്താ കാരണം എന്നെനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെയല്ലേ, എല്ലാ മക്കൾക്കും അവരൊരു അമ്മ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. പിന്നെ എനിക്ക് ചിക്കൻ കറിയും ബിരിയാണിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഈ ചിക്കൻ കടയിൽ നിന്ന് പോയി മേടിക്കുക, ചിക്കൻ കഴുകുക, അങ്ങനെയുള്ള പ്രോസസ്സിങ്ങിനോട് താല്പര്യമില്ലെന്നല്ല, എനിക്ക് ചിക്കൻ കടയിൽ പോയി ചിക്കൻ മേടിക്കുമ്പോൾ അതിൻ്റെ അതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ചിക്കൻ കഴുകുമ്പോൾ പിന്നെ കഴിക്കാൻ തോന്നത്തില്ല. റീൽസിൽ കണ്ട് ചെറിയൊരു പൊതി ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പൊതി ബിരിയാണിയാണ്. നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ വേഗം റെഡിയാക്കി റൈസൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇലയൊക്കെ പോയി വെട്ടണം. ഇലയൊക്കെ പോയി വെട്ടിയിട്ട് നല്ല ബിരിയാണി പൊതിഞ്ഞതിനകത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ അത്രയൊക്കെ ക്ഷമമാണ് കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇപ്പോൾ റൈസും ചിക്കനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. 3/4 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞ്. നല്ല ടേസ്റ്റായിരുന്നു. ടേസ്റ്റിയോടെ ഇന്നത്തെ ഉച്ചയൂണ് കഴിഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴാണ് നിധിക്കുട്ടി എണീറ്റ് കേട്ടോ. നിധിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടാണ് എണീറ്റേക്കുന്നത്. ആൾ മിക്കുവിനെ ഉറക്കെ വിളിക്കുക. അമ്മ മിക്കു എന്തോ കുരുത്തക്കേട് കാണിച്ചപ്പോൾ മിക്കുവേന്ന് ഉറക്കെ വിളിച്ചായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടാന്ന് തോന്നുന്നു അവളെ ഭാഷയിൽ മിക്കുവേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. അപ്പം മഴ പെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അഗസ്ത്യപ്പൂ പിച്ച് വയ്ക്കാം. ഇല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പൂവിന് ചെറിയൊരു കയർപ്പുണ്ടാവും. അല്ലാതെ പൂവിന് ഒരു കയർപ്പോ കാര്യങ്ങളോ പുഴുവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങളൊരു 1.5 വർഷത്തിന് മുന്നേ ആയിട്ടാണ് ഈ അഗസ്ത്യമരം വാങ്ങിച്ച് വെച്ചത്. പെട്ടെന്ന് തന്നെ കായ്ച്ചു, ഒരുപാട് പൂ പിടിക്കും. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ഈ കളർ തന്നെയാണ് കേട്ടോ. ഇത് എവിടെ നിൽക്കുന്ന കണ്ട് നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും നല്ല രസമാണ് ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ. ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് കുറവാണ് പൂ, എന്നാലും നമ്മുടെ ആവശ്യത്തിന് കിട്ടാറുണ്ട് കേട്ടോ. ഇനി മേലിൽ പോയി മുല്ലയ്ക്ക് വെള്ളം ഒഴിക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഞാൻ മേലിൽ ചെന്നപ്പോഴത്തേക്കും മിക്കുക്കുട്ടൻ മുല്ലയ്ക്കൊക്കെ വെള്ളം ഒഴിച്ച് തുടങ്ങിയായിരുന്നു. ആൾ മിടുക്കനായിട്ട് അതൊക്കെ ചെയ്യും. നിധിക്കുട്ടിയെ പിന്നെ കുളിപ്പിച്ച് സുന്ദരിയാക്കി. അതെല്ലാം കഴിഞ്ഞ് വന്ന ഒരു 5-5:30 നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഒരു അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളെങ്കിലും നല്ല മഴയായിരുന്നു, നല്ല രീതിയിൽ പെയ്തു. പക്ഷേ ഒരു 10-15 മണിക്കൂറോളം നീണ്ടു നിന്നതേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വിളക്ക് കത്തിച്ച് നിധിക്കുട്ടിയെ കൊണ്ട് സന്ധ്യാനാമമൊക്കെ ചെല്ലാനിരുന്നു. മിക്കുക്കുട്ടൻ്റെ തീ കളി കുറച്ച് കൂടുതലാണ്. ആ വിളക്ക് കത്തിച്ച് വെക്കുന്ന സമയത്ത് അവൻ കൃത്യമായിട്ട് ഓടി വന്ന് നാമം ജപിക്കാനൊന്നും ഇരിക്കില്ല. പക്ഷെ തീ കളിക്കാൻ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. സന്ധ്യാനാമമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത മഴയും ഞെട്ടിപ്പോയി. നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസം. നിങ്ങളുടെ ഈ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.